ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എക്സ് ജി എക്സ്പ്ലെയിൻ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആഴ്സണലാണ്. ആഴ്സണലിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് നാളെ വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ബെസ്റ്റ് ടൈം. കാര്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സ്ക്വാഡ് വൈസ് ആൻഡ് പ്ലെയർ പെർഫോമൻസ് വൈസ് ആൻഡ് ലീഗിൽ അവരുടെ പൊസിഷൻ, യൂറോപ്പിൽ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നോക്കുമ്പോൾ ദിസ് എ ബെസ്റ്റ് ടൈം. കാര്യം അത് കഴിഞ്ഞ് ക്രഞ്ച് ഫിക്സ്റ്റേഴ്സ് വരികയാണ്. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിലും ഫോം മാറിയത് ടീമിൻ്റെ. അപ്പോൾ ഇപ്പം തന്നെ അത് ചെയ്യണം എന്നെനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇവർ ലീഗ് അടിക്കുമോ? ഓൾറെഡി ദർ വെരി വെരി ഹ്യൂജ് ഫേവറേറ്റ്സ് ടു വിൻ ദ ലീഗ്. ബാക്കി എത്ര ക്ലബ്ബുകൾ എത്ര പൈസ പൊട്ടിച്ചിട്ടൊരു കാര്യമില്ല. ദേ ഹവ് ജസ്റ്റ് ബിൽഡ് എൻ എംപയർ. ആർസണലിന് അതിന് കമൻറ്റബിളാണ് ആർസണലിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, എസ്പെഷ്യലി അണ്ടർ ബർട്ട. അപ്പോൾ ഈ സീസണിൽ ദ ക്ലോസ്ഡ് ഓൾ ദ ഗ്യാപ്സ്. ഇനി അവർക്കൊരു സ്പോട്ടില്ല ഫില്ല് ചെയ്യാനായിട്ട്. അത് ഫില്ല് ചെയ്തു. ആൻഡ് ഒരു ഫുൾ ഓയിൽഡ് മെഷീൻ പോലെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വിൽ സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ദർ കീ പ്ലെയേഴ്സ്. ഈ സീസണിൽ ഇതുവരെ അവർക്ക് ഹെൽപ്പ് ചെയ്തിരിക്കുന്ന പ്ലെയേഴ്സ്, അതായത് അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സിനെ പറ്റി നമുക്ക് സംസാരിച്ച് തുടങ്ങാം ആദ്യം. അപ്പോൾ ആഴ്സണലിൽ 4-5 കീ പ്ലെയേഴ്സ് ഉണ്ട്. ആൻഡ് ഐ തിങ്ക് അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എൻട്രി എബറച്ചിയസയാണ്. കാര്യം എബറച്ചിയസെ വന്നു. എബറച്ചിയസയ്ക്ക് ലിവർപൂൾ ഗെയിമിൽ സ്റ്റാർട്ട് കിട്ടിയിട്ടില്ല, പുള്ളി ബെഞ്ചിൽ നിന്നാണ് വരുന്നത്. എബറച്ചിയസെ എല്ലാവർക്കും അറിയാം, ഒരു എലീറ്റ് നമ്പർ 10 ആണ്, പ്രീമിയർ ലീഗ് പ്രൂവൺ നമ്പർ 10 ആണ്. പുള്ളിവിനെ കൊണ്ടുവരുന്നു. അവിടെ ഒഡേഗാർഡ് ഉള്ളപ്പോൾ കൊണ്ടുവന്ന അജണ്ട എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കാനാണ്. അപ്പോഴത്തേക്ക് ഒഡേഗാർഡിന് ഇഞ്ചുറി വരുന്നു. ഒഡേഗാർഡ് ഇഞ്ചുറായി പോകുന്നു. സിറ്റി ഗെയിമിൽ സെക്കൻഡ് ഹാഫിൽ ഒരു ഗോളിന് പുറകിൽ നിൽക്കുമ്പോൾ അർട്ടേറ്റയ്ക്ക് ബുദ്ധി വെച്ചിട്ട് അർട്ടേറ്റ എസേനെ ഇറക്കി വിടുകയാണ്. എസെ ഇറങ്ങി. എസെയാണ് ഈക്വലൈസറിന് അസിസ്റ്റ് കൊടുത്തത്. സിൻസ് ദെൻ ഹി ഹസ് ബീൻ വൺ ഓഫ് ദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ്. അത് സെക്കൻഡ് ഫേസിലായിക്കോട്ടെ, അറ്റാക്കിലായിക്കോട്ടെ, ലാസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലായിക്കോട്ടെ, സെറ്റ് പീസ് ഒപ്പോണൻസിനെ കൊണ്ട് കൺസീഡ് ചെയ്യിപ്പിക്കുന്നതിലായിക്കോട്ടെ, ക്രിയേറ്റിവിറ്റിയിലായിക്കോട്ടെ, ഹി ഹസ് ബിൻ എവ്രിവെയർ. എബറച്ചിയസെ ഇസ് എ ബ്യൂട്ടിഫുൾ നമ്പർ 10. ആൻഡ് ഒഡേഗാർഡ് വന്നാലും എനിവേ ഒഡേഗാർഡ് ഇസ് ഗെറ്റിംഗ് ബെഞ്ച് ബൈ എസെ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളൊരു ആളാണ് ഞാൻ. ആ കാര്യം ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് എബറച്ചിയസെ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പോക്ക്. എസെ വളരെ വളരെ പിവട്ടലായ ഒരു പ്ലെയറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് എനിക്കൊന്ന് ആഴ്സണൽ ഒരു പീക്കിലോട്ട് എത്തുന്നത് ഒരു സിറ്റി ഗെയിമിന് ശേഷമാണ്. ആഴ്സണൽ സ്റ്റാർട്ട് ഷോയിങ് ദ ട്രൂ കളേഴ്സ്. അപ്പോൾ അടുത്തൊരു പ്ലെയറിനെ പറ്റി നമുക്ക് പറയാനുള്ളത് മാർട്ടിൻ സുബിമെൻഡിയാണ്. മാർട്ടിൻ സുബിമെൻഡി അനദർ സമ്മർ എഡിഷനാണ്. സമ്മർ എഡിഷൻ, അത് ജനുവരിയിൽ എഗ്രിമെൻറ്റ് വന്നിട്ട് ഈ സമ്മറിൽ സൈൻ ചെയ്തൊരു പ്ലെയറാണ് മാർട്ടിൻ സുബിമെൻഡി. മാർട്ടിൻ സുബിമെൻഡിയെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് എൻ എലീറ്റ് ഡിഫൻസ് മിഡ്ഫീൽഡ്. മാർട്ടിൻ സുബിമെൻഡിയെ പറ്റി വേറെ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ആൾക്കാർ റോഡ്രി ഉള്ളത് കൊണ്ട് സുബിമെൻഡിയെ തഴഞ്ഞു കളയുന്ന ഒരു അവസ്ഥയാണ് സ്പാനിഷ് നാഷണൽ ടീമിലായിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ ഡിഫൻസ് മിഡ്ഫീൽഡറെ പറ്റി സംസാരിക്കുമ്പോൾ പോലും സുബിമെൻഡി ഇത്രയും നാളൊരു കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല. അതൊന്ന് ഹി വാസ് പ്ലേയിങ് ഫോർ സോസിഡാഡ്. രണ്ടാമത്തെ കാര്യം സ്പാനിഷ് നാഷണൽ ടീമിലും സെക്കൻഡ് ചോയ്സ് ഡിഫൻസ് മിഡ്ഫീൽഡറാണ്. പക്ഷേ ഇപ്പോൾ ഹിസ് കം ഇൻ ടു എൻ എലീറ്റ് ടീം, എലീറ്റ് പ്ലെയേഴ്സ് അറൗണ്ട് ഹിം. ആൻഡ് യൂറോപ്പിലായാലും ലീഗിലായാലും ദ വേൾഡ്സ് ബെസ്റ്റ് ലീഗ് പറയപ്പെടുന്ന പ്രീമിയർ ലീഗിൽ വന്നിട്ട് ഹി സ്റ്റാർട്ടഡ് ഷോയിങ് എക്സ്പെർട്ടീസ്. അത് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ജസ്റ്റ് ബോസിങ് ദ മിഡ്ഫീൽഡ്. വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഇൻ ദ വേൾഡ് ഓൾറെഡി. ലീഗിലെ തന്നെ ആർഗ്യുബിളി വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡാണ് ആർസണലിനുള്ളത്. അതിലെ തന്നെ ഏറ്റവും കീ ആയിട്ടുള്ള മിഡ്ഫീൽഡറാണ് മാർട്ടിൻ സുബിമെൻഡി. സുബിമെൻഡി ഇവരുടെ ബിൽഡപ്പിലായിക്കോട്ടെ, ഇവരുടെ ബോൾ റിട്ടൻഷനിലായിക്കോട്ടെ, ബോൾ റിക്കവറിയിലായിക്കോട്ടെ, ഫൈനൽ ഫേസിലായിക്കോട്ടെ, സെക്കൻഡ് ഫേസിലായിക്കോട്ടെ, എല്ലാത്തിലും ഉണ്ട് സുബിമെൻഡി അവിടെ. സുബിമെൻഡി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന പ്ലെയറിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയില്ല, ഹി ഹസ് ബിൻ ബ്രോട്ട് ബാക്ക് ടു വാട്ട് ഹി വാസ് ബോട്ട് ഫോർ. അവൻ ഇപ്പോൾ പറയാൻ പോകുന്ന പ്ലെയറിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റുന്നത് അർട്ടേറ്റയ്ക്ക് സുബിമെൻഡി വന്നതുകൊണ്ടാണ്. സുബിമെൻഡി എനിക്ക് തോന്നുന്നു ഇസ് ദ ഡീൽ. അതുകൊണ്ടാണ് അർനെ സ്ലോട്ട് ലിവർപൂളിലും വന്നപ്പോൾ തന്നെ ചോദിച്ച സൈനിങ് സുബിമെൻഡിയാണ്. കാര്യം ഇങ്ങനത്തെ ഒരു പ്ലെയർ ഇല്ലെങ്കിൽ ബിൽഡപ്പും നന്നാവില്ല, ഓവറോൾ ഗെയിമിൽ തന്നെ വലിയൊരു ഹോളാണ്. ആർസണലിൽ കഴിഞ്ഞല്ലോ അത് ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ദേ പാർട്ടി ദേ വർ ഡൂയിങ് ഗുഡ് വിത്ത് ഡെക്ലൻ റൈസ്. പക്ഷേ ദിസ് ഇസ് എ ഡീൽ. കാര്യം ഇതിലും മോളൊന്നും വെക്കാനില്ല സുബിമെൻഡിയെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ. അപ്പോൾ സുബിമെൻഡി വന്നു. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഡെക്ലൻ റൈസിനെ പറ്റിയാണ്. ഡെക്ലൻ റൈസിനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് വെസ്റ്റ് ഹാമിൽ കണ്ട ആ ഡെക്ലൻ റൈസിനെ ഇപ്പോൾ കാണാൻ തുടങ്ങി. അതായത് സ്വീപ്പ് ചെയ്യുക, താഴെ നിൽക്കുക, വേണ്ടപ്പോൾ ബോക്സ് ക്രാഷ് ചെയ്യുക, വേണ്ടപ്പോഴല്ല ഫുൾ ടൈം ബോക്സ് ക്രാഷ് ചെയ്യുക. ഒരു ഓൾ ആക്ഷൻ നമ്പർ 8 ആണ്. ഹീസ് നോട്ട് എ നമ്പർ 6. ഡെക്ലൻ റൈസ് ഒരിക്കലും ഒരു ഡിഫൻസ് മിഡ്ഫീൽഡർ അല്ല, ഹീസ് എൻ 8. ഒരു ഓൾ ആക്ഷൻ 8 ആണ്. ലൈക്ക് ജൂഡ് ബെലിംഗം അതൊരു ലെഫ്റ്റ് സൈഡഡ് 8 ആണ് ജൂഡ് ബെലിംഗം. അതേപോലെ ഡൊമിനിക് സോബോ ഒരു ഓൾ വാൽവെർദെ ഒരു ഓൾ ആക്ഷൻ 8 ആണ്. അതായത് എല്ലാ ഫേസിലും ഫിസിക്കാലിറ്റി വെച്ച് ഇമ്പോസ് ചെയ്ത് കയറി ചെന്ന് അവിടെ ഡിഫറൻസ് ഉണ്ടാകും. അത് എല്ലാ ഫേസിലും, അത് ബിൽഡപ്പിലായിക്കോട്ടെ, അത് ട്രാൻസിഷനിലായിക്കോട്ടെ, അത് ട്രാൻസിഷൻ ഡിഫെൻഡ് ചെയ്യുന്നതിലായിക്കോട്ടെ, എല്ലാത്തിലും
ഇവർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, അത് അവരുടെ ഫിസിക്കാലിറ്റി ഇമ്പോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അത് ഡെക്ലൻ റൈസ് ക്ലിയർലി ചെയ്യുന്നുണ്ട്. എന്തിനാണോ ഡെക്ലൻ റൈസിനെ കൊണ്ടുവന്നത് അത് ഇപ്പോൾ ഡെക്ലൻ റൈസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് അത് ആ ഒരു ഐ തിങ്ക് ആർസണൽസ് മിഡ്ഫീൽഡാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്, ദ ബെസ്റ്റ് ഇൻ ദ പ്രീമിയർ ലീഗ് റൈറ്റ് നൗ. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഇറ്റ്സ് ക്ലിയർലി ബ്യൂട്ടിഫുൾ പിക്ചർ ഫോർ ദി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആൻഡ് ഫോർവേഡ്സ്. കാര്യം വലിയൊരു സെക്യൂരിറ്റിയാണ് അവിടെ, ഇതിൽ മുകളിലൊന്നും വെക്കാനില്ല ഇപ്പം ഇങ്ങനത്തെ ഒരു മിഡ്ഫീൽഡിൻ്റെ മുകളിൽ. അപ്പോൾ ഐ ഗെസ് ദിസ് ഇസ് വെരി ഗുഡ് ഫ്രം ദ റിക്രൂട്ട്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ. സുബിമെൻഡിയെ കൊണ്ടുവരികയും ചെയ്തു. യു ഹവ് ആക്ച്വലി മെയ്ഡ് റൈസ് ബെറ്റർ. ലാസ്റ്റ് സീസണിലൊക്കെ ഹി വാസ് ഇൻ ദാറ്റ് ഗ്രേറ്റ്. ഡെക്ലൻ റൈസ് വന്നിട്ടും ഇപ്പോൾ മണി മാറ്റി നിർത്തിയല്ലോ, ട്രാൻസ്ഫർ ഫീ ഫോർ വിച്ച് ഹി വാസ് ബോട്ട് ഇൻ. ആ പൈസ മാറ്റി വെച്ച് കഴിഞ്ഞാലും ഡെക്ലൻ റൈസ് എന്താവും ആർസണലിൽ എന്നുള്ളതിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു കഴിഞ്ഞ കൊല്ലം മുമ്പത്തെ. കാര്യം ഇതിൽ കൊണ്ടുവന്നിട്ട് ഹീസ് ജസ്റ്റ് എൻ ഓർഡിനറി മിഡ്ഫീൽഡർ. പക്ഷേ ഇപ്പോൾ അതല്ല, ഹി ഹാസ് ജസ്റ്റ് ഇംപ്രൂവ്ഡ് ഹിസ് ഗെയിം. അതിലും വലിയ ക്രെഡിറ്റ് സുബിമെൻഡിക്കും ഉണ്ട്. അപ്പോൾ ഐ തിങ്ക് ഇത് കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കണം. അടുത്ത പ്ലെയർ റിക്കാർഡോ കാലഫിയോറിയാണ്. റിക്കാർഡോ കാലഫിയോറി യൂറോയിൽ ഹൈപ്പ് വന്നു. ഹൈപ്പില്ല, ഹി വാസ് വെരി ഗുഡ്. ബോളോനിക്ക് വേണ്ടി ഹി വാസ് ടു ഗുഡ്. ഹൈപ്പ് ഉണ്ടായിരുന്നു യൂറോയിൽ. ഹി ഡിഡ് വെരി വെൽ ഫോർ ഇറ്റലി. അത് ബോൾ ക്യാരി ചെയ്യുന്നതിലായാലും ബോൾ റിട്ടൻഷനിലും ഓൺ ദ ബോൾ എബിലിറ്റിയിലായാലും പിന്നെ അവർ മൊത്തത്തിലൊരു ഒരു 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 ഓറയുള്ളൊരു മിഡ്ഫീൽഡ്, ഒരു സെൻറ്റർ ബാക്ക് ആയിരുന്നു റിക്കാർഡോ കാലഫിയോറി. ലെഫ്റ്റ് ബാക്കും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരുന്നു. അപ്പോൾ കാലഫിയോറി ആഴ്സണലിലോട്ട് വരുന്നു. എന്തിനു വന്നു എന്നുള്ളൊരു ചോദ്യം കുറേ ഓഡിയൻസിൻ്റെ അടുത്ത് നിന്നുണ്ടായിരുന്നു. അതായത് ഓൾറെഡി ഇത്രയും ഡിഫൻഡേഴ്സ് ഇല്ല, ഒരു അറ്റാക്കർ വേണ്ട സമയത്ത് എന്തിനാണ് കാലഫിയോറി വന്നതെന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം വന്നു. ഹി വാസ് കൺസിസ്റ്റൻറ്റ്, ഒട്ടും കൺസിസ്റ്റൻ്റ് ആയിരുന്നു. ഹി ലുക്ക് വെരി ഓഫ്, എസ്പെഷ്യലി ലാക്ക് ഓഫ് റിക്കവറി പേസ് തന്നെയാണ് അത് കാലഫിയോറിയുടെ. പക്ഷേ ഈ സീസണിലോട്ട് വരുമ്പോൾ ഹി ഹസ് ജസ്റ്റ് ചേഞ്ച് ദിസ് ഗെയിം. അതായത് കാലഫിയോറി ആ ടീമിന് കൊടുക്കുന്നൊരു ബാലൻസ്, അത് അടുത്ത ഫുൾ ബാക്കിനെ പറ്റി പറയുമ്പോഴും ഞാൻ പറയാം. അതായത് ഈ ഒരു ടീമിന് കൊടുക്കുന്നൊരു ബാലൻസ് ചില്ലറയല്ല. കാര്യം പോക്കറ്റിലോട്ട് കയറുമ്പോഴായാലും പോക്കറ്റ്സിലോട്ട് കയറുക, മിഡ്ഫീൽഡിലോട്ട് ഇൻവേർട്ട് ചെയ്യുക, ട്രയാങ്കിൾസ് ഫോം ചെയ്യുക ഫ്രണ്ടിൽ, എല്ലാത്തിലും ഒരു ഫുൾ ബാക്കിന് പോലും പറ്റാത്ത കാര്യങ്ങളാണ്. കാര്യം ഫുൾ ബാക്കിൻ്റെ ജോലി എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഉണ്ടാക്കലല്ല. ഫുൾ ബാക്കിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ഓടുകയാണ്. അപ്പോൾ ഈസ് ലിറ്ററലി പ്ലേയിങ് ആസ് എ മിഡ്ഫീൽഡർ. അപ്പോൾ കാലഫിയോറിയുടെ അത് ഓൺ ദ ബോൾ എബിലിറ്റിയുടെ ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഹിസ് ബിൻ ടു ഗുഡ്. ഇതുവരെ ഹിസ് ബിൻ ടു ഗുഡ്. പുള്ളിയുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇടക്കിടക്ക് ഇഞ്ചുറി വരുന്നതും കൺസിസ്റ്റൻസി ചില സമയത്ത് ഇല്ലാത്തതുമാണ്. ഇതുവരെ അതുണ്ട്, ഇഞ്ചുറിയും ഇല്ല. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇഫ് ഹി സ്റ്റേസ് ഫിറ്റ് ഓൾ സീസൺ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഹിൻകാപ്പിയെ ഹിൻകാപ്പിയൊക്കെ ബെഞ്ചിലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ടീമിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ഈ ഒരു ടീമിൽ കലാഫിയോറി കൊണ്ടുവരുന്ന ഒരു ബാലൻസ് ഹിൻകാപ്പിക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ കലാഫിയോറി കൊടുക്കുന്ന ആ ഒരു ഓവറോൾ ഗെയിം, അതായത് ഫ്രണ്ടിലായാലും എല്ലാ ഫേസിലായാലും കൊടുക്കുന്ന ഒരു ബ്രില്യൻസ് ഹിൻകാപ്പിക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഈസ് ന്യൂ ടു ദ ലീഗ്. പക്ഷേ കലാഫിയോറി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കുറേ വർഷങ്ങളായി പ്രീമിയർ ലീഗ് കളിക്കുന്ന പോലെയാണ് കലാഫിയോറി കളിക്കുന്നത്. അടുത്ത പ്ലെയർ ഗബ്രിയലാണ്. ഗബ്രിയലിനെ പറ്റി പറയാൻ ആണെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ സലീബ വന്നിട്ട് സലീബ നല്ലോണം കളിക്കാൻ തുടങ്ങി. മാർസേലിൽ നിന്ന് സലീബ വന്നു, സലീബ നല്ലോണം കളിക്കാൻ തുടങ്ങി. അപ്പോഴും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന സലീബയാണ് ദർ ബെസ്റ്റ് ഡിഫൻഡർ. അല്ല, ഒരിക്കലും അല്ല. ഗബ്രിയലാണ് അവരുടെ ബെസ്റ്റ് ഡിഫൻഡർ. ഗബ്രിയൽ ഇല്ലെങ്കിൽ സലീബയ്ക്ക് മര്യാദ കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ ലിവർപൂളിൻ്റെ കേസ് പറയുന്ന പോലെ വാൻഡൈക്കിനെ ഒന്ന് ബെഞ്ച് ചെയ്ത് കൊണാട്ടേനെയും വേറൊരു സെൻറ്റർ ബാക്കിനെയും കളിപ്പിച്ച് കൊണാട്ടെ ഇസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഡിഫൻഡേഴ്സ് ഇൻ ദ വേൾഡ്. അതുപോലെ ആവും സലീബ എന്നല്ല, പക്ഷേ സലീബ ഒരു ഹെഡ്ലെസ് ചിക്കൻ പോലെ ആവും. അപ്പോൾ ഡിഫൻസ് ഓർഗനൈസ് ചെയ്യാനും ഡിഫൻസ് കൺട്രോൾ ചെയ്യാനും ഒരു ലീഡർ എന്നുള്ള രീതിയിൽ ഗബ്രിയൽ അവിടെ ഉണ്ട്. ആൻഡ് ആഴ്സണലിൻ്റെ ഈ സീസണിലെ ഏറ്റവും വലിയ വെപ്പണായ സെറ്റ് പീസ്, ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ഒരു ഗോൾ അടിച്ചിരിക്കുന്ന സെറ്റ് പീസ് എന്നാണ്. അതിലേറ്റവും കൂടുതൽ ഗോൾ അടിച്ചിരിക്കുന്നത് ഗബ്രിയലാണ്. അപ്പോൾ അവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ മനുഷ്യൻ്റെ ഇമ്പോർട്ടൻസ്. കാര്യം ന്യൂകാസിൽ ഗെയിമിൽ ജയിക്കുന്ന സെറ്റ് പീസിലാണ്, ഫുൾഹം ഗെയിമിൽ ജയിക്കുന്ന സെറ്റ് പീസിലാണ്, ക്രിസ്റ്റൽ പാലസ് ഗെയിമിൽ ജയിക്കുന്ന സെറ്റ് പീസിലാണ്. അപ്പോൾ എല്ലാം വിന്നർ ഗോൾസാണ്. ഈ പറഞ്ഞ 3-ൽ 2 അടിച്ചത് ഗബ്രിയലാണ്. 2-3 എന്നറിയില്ല, സോറി ഫാം റോങ്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ മനുഷ്യൻ. കാര്യം ഈ 3 ഗെയിമിൽ ഡ്രോ ആയാലും എത്ര പോയിന്റ് ഡ്രോപ്പ് ആകുന്നു. അപ്പോൾ വളരെ പിവട്ടലാണ്. ഡിഫെൻഡിങ്ങിലായാലും അത്രയും വെൽ ഡ്രിൽഡ് ഓയിൽഡ് മെഷീനാണ് ആഴ്സണൽ. അതിലേറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫൻഡർ ഗബ്രിയലാണ് ടു ഓർഗനൈസ് ദ ഡിഫൻസ്. അപ്പോൾ എനിക്കത് പുള്ളിക്ക് ഡിസേർവ് ചെയ്യുന്ന ക്രെഡിറ്റ് പുള്ളിക്ക് കിട്ടുന്നില്ല, അത് 100% ഉറപ്പാണ്. അതൊന്ന് സലീബ ഉള്ളത് കൊണ്ടാണ്. സലീബയ്ക്കാണ് കൂടുതൽ ക്രെഡിറ്റ് പോവുക. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലെയറാണ് ആഴ്സണലിൽ. എനിക്ക് പുള്ളിയെപ്പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്, എനിക്ക് കുറേ പറയാൻ തോന്നും. അത് യൂറേൻ ടിമ്പറാണ്. ഹീസ് എ ബ്യൂട്ടിഫുൾ ഫുട്ബോളർ, ഒരു സംശയമില്ല. ഒരു ഡിഫൻഡർ എന്നൊന്നും പറഞ്ഞ് ഒതുക്കാൻ പറ്റില്ല. ഹീസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഫുട്ബോളർ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുന്ന ലൈവ് സ്ട്രീംസിലായാലും എല്ലായിടത്തും ഞാൻ പറയുന്നൊരു കാര്യം, യൂറേൻ ടിമ്പർ ഒരു യൂണിക്കോൺ പ്രൊഫൈലാണ്. ഇതുപോലത്തെ ഒരു പ്ലെയറെ
വല്ലപ്പോഴേ കിട്ടും. അങ്ങനത്തെ ഒരു പ്ലെയറാണ് അത്. ആഴ്സണൽ എങ്ങനെ ആ ഒരു സമയത്ത്, അതായത് യുണൈറ്റഡ് ആയിട്ട് വളരെ ക്ലോസ് ആയിരുന്നു, ടെൻഹാഗിനായി വളരെ ഇഷ്ടപ്പെട്ടൊരു പ്ലെയറായിരുന്നു, എന്നിട്ട് ആഴ്സണൽ എങ്ങനെ ആ സമയത്ത് എടുത്തു എന്നുള്ളത് വളരെ വലിയൊരു ക്വസ്റ്റനാണ്. അപ്പോൾ ഹിസ് കമ്മിൻ ആ സമയത്ത് വരുമ്പോൾ ബെൻ വൈറ്റ് നല്ല ഫോമിൽ നിൽക്കുകയാണ്. ഹിസ് ആർട്ടേറ്റയുടെ ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്ക് ആയിരുന്നു ബെൻ വൈറ്റ്. അത് കഴിഞ്ഞ് ടിംബർ വരുന്നു. ടിംബർ വന്ന് കളിച്ച ഫസ്റ്റ് ഗെയിമിൽ തന്നെ ACL ആവുന്നു. ആ കളിച്ച ഗെയിമിൽ ACL വരുന്നവരെ ഹി വാസ് വെരി ഗുഡ് കളിച്ചിട്ട്. അത് കഴിഞ്ഞ് പോയി ടിംബർ ACL വന്ന് പോയി. കഴിഞ്ഞ സീസൺ തിരിച്ചു വരുന്നു. അതിനുശേഷം പുള്ളിക്കൊരു മോശം ഗെയിം ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ടിംബർ ഹാസ് ബിൻ പെർഫോമിങ് ഫോർ 2 years കൺസിസ്റ്റൻ്റ്ലി. ഒരു ACL കഴിഞ്ഞ് വന്ന പ്ലെയറാണെന്ന് ഓർക്കണം. അപ്പോൾ പറയുകയാണെങ്കിൽ ഈസ് നോട്ട് എ ഡിഫൻഡർ, ബിക്കോസ് ബോൾ ഷീൽഡ് ചെയ്യുക, ബോൾ വെച്ച് തിരിയുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഡ്രിബിൾ ചെയ്യുക, ബോൾ ക്യാരി ചെയ്യുക, ഇതെല്ലാം കൂടെ ഒരു സെൻറ്റർ ബാക്കിന് പറ്റില്ല. ഹിസ് ആക്ച്വലി സെൻറ്റർ ബാക്ക്, ഇതിനൊരു ഫുൾ ബാക്ക് അല്ല. ടിംബർ സെൻറ്റർ ബാക്ക് റൈറ്റ് ബാക്ക് ആയതാണ്. അപ്പോൾ ഇത് അത്ര എലീറ്റ് ആയിട്ടുള്ള ഫുട്ബോളേഴ്സിനെ പറ്റുള്ളൂ. ഡ്യുവല് വിൻ ചെയ്യുക, ഫൗൾസ് വിൻ ചെയ്യുക, ബോൾ ഫൈനൽ തേർഡിൽ എത്തിക്കുക, അത് മിഡ്ഫീൽഡിലോട്ട് ഇൻവേർട്ട് ചെയ്യുക. എനിക്കൊന്ന് ലോകത്ത് മിഡ്ഫീൽഡിലോട്ട് ഇൻവേർട്ട് ചെയ്യാൻ പറ്റുന്ന ചുരുക്കം 4-5 സെൻറ്റർ ബാക്കിൽ ഒന്നേ ഉള്ളൂ. അതെനിക്കൊന്ന് ഇപ്പോൾ കറൻ്റ്ലി വേൾഡിൽ ഏറ്റവും നല്ലത് യൂറൻ ടിംബറാണ്. മിഡ്ഫീൽഡിലോട്ട് ഇൻവേർട്ട് ചെയ്യുക. നേരത്തെ കലാഫിയോറുടെ കാര്യം പറഞ്ഞ പോലെ ട്രയാങ്കിൾസ് ഫോം ചെയ്യുക. ട്രയാങ്കിൾസ് ഏറ്റവും വലിയ പ്രശ്നമാണ് ഒപ്പോണൻസ് ടീമിന്. കാര്യം സ്ട്രൈക്കർ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. സ്ട്രൈക്കറിന് ബോൾ എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ട്രയാങ്കിൾസ് ഫോം ചെയ്താൽ. അപ്പോൾ അതിലേറ്റവും വലിയ ഈ ടീമിനെ ആ ഒരു ടെമ്പോയിൽ കൊണ്ടുപോകുന്ന ടിംബറാണ്. ടിംബറിൻ്റെ സൈഡിൽ നിന്നാണ് എല്ലാം വരുന്നത്. റൈറ്റ് സൈഡാണ് പ്രിഡോമിനറ്റ്ലി ആർസണൽ പ്രിഫർ ചെയ്യുന്ന സൈഡ്. അപ്പോൾ അതിൻ്റെ കൂടെ ടിംബറും കൂടെ വരുമ്പോൾ അതൊരു നല്ല റാപ്പും ഉണ്ട് സാക്കയായിട്ട്. അപ്പോൾ ദേ ബിൻ വെരി ബ്രില്യൻറ്റ്, ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് ആസ് എ ഹോൾ. പക്ഷേ ടിംബറിനെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. കളിക്കുന്ന രീതി വെച്ചും ഈ ടീമിന് ഏറ്റവും വൈറ്റലായ പ്ലെയർ ടിംബറാണ്. ടിംബറിനെ മാറ്റിയാൽ ആ ടീമിൽ വ്യത്യാസം അറിയും, 100% ഉറപ്പാണ്. അത് അങ്ങനെ ആവാതിരിക്കട്ടെ, സസ്പെൻഷനോ ഇഞ്ചുറി ഒന്നും വരാതിരിക്കട്ടെ. അങ്ങനെ വന്നാൽ അത് ഡിഫറൻസ് ആഴ്സണലിന് അറിയും. കാര്യം ബെൻ വൈറ്റ് വാസ് ഗുഡ് ഫോർ ആർസണൽ, ഫോർ ആർട്ടേറ്റ. പക്ഷേ ടിംബർ കൊടുക്കുന്ന ലെവൽസ് ഇറ്റ്സ് സംതിങ് വെരി ബിഗ്. അത് ബെൻ വൈറ്റിന് ജീവിതകാലത്ത് ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലല്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നു ഈ ഒരു ടീം ആർസണൽ എപ്പോഴും അണ്ടർ ആർട്ടേറ്റ ഉള്ള പ്രശ്നം കൺസിസ്റ്റൻസിയാണ്. ലാസ്റ്റ് വരെ അവർക്ക് ആ എൻഡിലെത്തുമ്പോൾ പ്രഷർ അവർക്ക് തലയിൽ കയറും. ഈ ടീമിന് അത് യൂസ്ഡ് അല്ല, പ്രഷർ തലയിൽ കിട്ടിയിട്ട് അവർക്ക് ഇപ്പോഴും അത് അബ്സോർബ് ചെയ്യാറായിട്ടില്ല. സെയിം വിത്ത് യൂറോപ്യൻ കോമ്പറ്റീഷനിലും യൂറോപ്യൻ പെഡിഗ്രി ഇല്ലാത്തൊരു മാനേജറാണ്. ആൻഡ് സെയിം വിത്ത് ദ ടീം. ഇപ്രാവശ്യം ദേ ഹവ് ഗോട്ട് എ ബ്യൂട്ടിഫുൾ ടീം, ബ്യൂട്ടിഫുൾ വെൽ ഡ്രിൽഡ് മെഷീനാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതിലൊരു വീക്ക്നെസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അൺലെസ് ദേ ഹാവ് ഒരു വളരെ ഡ്രാസ്റ്റിക്കായ ഇഞ്ചുറീസ് ഇല്ലെങ്കിൽ നോബഡി ഈസ് സ്റ്റോപ്പിംഗ് ദിസ് ടീം. അത് യൂറോപ്പിലായാലും അത് ലീഗിലായാലും അതെ. കൺസിസ്റ്റൻ്റ്ലി 1-0, 2-0, 2-1 എന്നൊക്കെ ജയിക്കാൻ പറ്റുന്നൊരു ടീമാണ്. ഒരിക്കലും ആഴ്സണൽ ഈ അടുത്തൊന്നും, അതായത് പ്ലെയേഴ്സ് അവിടെ നിന്ന് പോവോ അല്ലെങ്കിൽ ഇഞ്ചുറി വരാതെയോ ഇരുന്നാൽ എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തൊന്നും അവർ 2 ഗോളിന് മുകളിലൊരു കളി കൺസീഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ദേ ആർ വെരി ഗുഡ് ഇൻ ദാറ്റ്, എസ്പെഷ്യലി കപ്പ് ഗെയിംസിലോട്ട് വരുമ്പോൾ. ഇപ്പോൾ ടോമസ് ടൂഷൽ പണ്ട് പറഞ്ഞ പോലെ ഐ വോണ്ട് ടു മേക്ക് എ ടീം വിച്ച് നോബഡി വോണ്ട്സ് ടു ഫേസ് എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ടീമാണ്. അത് പ്രത്യേകിച്ച് കപ്പ് കോമ്പറ്റീഷനിൽ. ലീഗിൽ ഇത് ഈ കൊല്ലം നടന്നാൽ അടുത്ത കൊല്ലം ഫീസിബിൾ ആവും എന്നുള്ള ഡൗട്ടാണ്. പക്ഷേ കപ്പ് ഗെയിംസിലോട്ട്, ചാമ്പ്യൻസ് ലീഗിലോട്ട് വരുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് അഡ്വാൻറ്റേജ് ഫോർ ആർസണൽ, എസ്പെഷ്യലി സെറ്റ് പീസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യൂറോപ്യൻ ടീംസ്, അതായത് ഇംഗ്ലീഷ് ക്ലബ്സ് കഴിഞ്ഞ് യൂറോപ്പിലോട്ട് പോകുന്തോറും ഹൈറ്റ് കുറവാണ്, ആവറേജ് ഹൈറ്റ് കുറവാണ്. കാര്യം ആവറേജ് ഹൈറ്റ് സ്ക്വാഡിൽ കുറവാണ്. അത് ഇവർ അത്ലറ്റിക്കോടോട് കളിച്ചപ്പോഴും കണ്ടു. ഇനി വേറെ ഏതെങ്കിലും ടീമിനോട് കളിക്കുമ്പോൾ ടോൾ പ്ലേയേഴ്സ് വളരെ കുറവാണ്. ഇതല്ല, ഇത് ഇവർക്ക് സ്റ്റൂപ്പിയ എത്ര പ്ലേയേഴ്സ് സെറ്റ് പീസിൽ അവർ വളരെ സ്ട്രോങ്. ഇവർക്ക് സെറ്റ് പീസ് ഗോൾ അടിച്ച് മാത്രം ചാമ്പ്യൻസ് ലീഗ് ജയിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ടീമാണ്. ആൻഡ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. ഇവർ ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. റൈറ്റ് നൗ ദേ ആർ വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസ് ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. അത് എനിക്ക് തോന്നുന്നു കറൻ്റ്ലി ഇപ്പോഴത്തെ ഫോം വെച്ചും കളിക്കുന്ന രീതി വെച്ചും PSG റയൽ മാഡ്രിഡും കഴിഞ്ഞാൽ ഐ തിങ്ക്, കഴിഞ്ഞാലെന്നല്ല അത് ഓർഡറായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. PSG, റയൽ മാഡ്രിഡ് ആൻഡ് ആർസണൽ ആർ ദ ബെസ്റ്റ് ടീംസ് ഇൻ ദ വേൾഡ്. ബാക്കി 450 മില്യൺ മുടക്കിയ ടീമും ബാക്കി ജനുവരിയിൽ 100-200 മില്യൺ മുടക്കിയ ടീമിനൊന്നും ഇതിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നില്ല. അത് ദാറ്റ്സ് അവരവരുടെ ക്ലബിൻ്റെ പ്രശ്നങ്ങളാണത്. ഐ തിങ്ക് ഇറ്റ്സ് എ ഹ്യൂജ് ഷെയിം ഫോർ ദ ലീഗ്. അതായത് ബാക്കിയുള്ള ക്ലബ്ബുകൾക്ക് ഇത് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റാത്തത്. ദാറ്റ്സ് ബിക്കോസ് ആർസണൽ ആർ ടു ഗുഡ്, അതുകൊണ്ടാണ്. അപ്പോൾ
എന്താവും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്, ടേക്ക് കെയർ.